ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളുടെ കൊച്ചടുക്കളയിലെ ഓണവിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇന്നത്തെ ഓണവിശേഷം എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഓണം സീരീസ് 2021 പലഹാരങ്ങളാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അതിൽ നെയ്യപ്പം കഴിഞ്ഞു. ഇനി നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം. അപ്പോൾ അച്ചപ്പം ഓൾറെഡി LN ബ്ലോഗ്സിൽ കാണിച്ചിട്ടുണ്ട്. ക്രിസ്മസ് സീരീസിൻ്റെ ഭാഗമായിട്ട് ഈ അച്ചപ്പം പക്ഷേ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് നമ്മൾ അരിപ്പൊടിയിൽ മാത്രം, പച്ച അരിമാവിലാണ് ചെയ്ത അരിപ്പൊടിയിൽ. പക്ഷേ ഇതിനകത്ത് മൈദയും കൂടി ചേർത്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ചുകൂടി വ്യത്യാസം, ഡിഫറെൻറ്റ്. ഓക്കെ, പിന്നെ അതിൽ നമ്മൾ തേങ്ങാപ്പാലും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയും അച്ചപ്പത്തിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ അച്ചപ്പമാണ് ഏറ്റവും സ്വാദെന്ന് പറയും. പക്ഷേ ഈ അച്ചപ്പവും വളരെ വളരെ സ്വാദാണ്. അപ്പോൾ തേങ്ങാപ്പാലില്ലാത്തവർക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ആ ഒരു മെത്തേഡ് ഇതാണ് ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ പലഹാരത്തെരുവുണ്ട് ഈ ഭാഗത്ത്, ബാലരാമപുരത്തിനടുത്ത്, ദാറ്റ് ഈസ് വെടിവെച്ചാങ്കോൽ റോഡ്, പുന്നമൂട്. അപ്പോൾ അവിടെ ലത എന്ന് പറയുന്ന ഒരു ആളുടെ കടയിൽ പോയിട്ടാണ് അന്ന് ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് നമ്മുടെ ട്രാവൽ വ്ളോഗ്സിൽ കാണിച്ചിരുന്നത്. അന്ന് തൊട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം കമേഴ്ഷ്യലായിട്ട് ആ സ്ട്രീറ്റ് മുഴുവൻ ഈ പലഹാരങ്ങൾ വിൽക്കുന്ന ആൾക്കാരാണ്. നെയ്യപ്പം, അച്ചപ്പം, പിന്നെന്താ കുഴലപ്പം, മുറുക്ക്, മുന്തിരിക്കൊത്ത്, ഇങ്ങനത്തെ ഒരുപാട്. അപ്പോൾ ഡെയിലി ഇങ്ങനെ ടേൺ ഓവറാണ് അത്രയ്ക്ക്. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല കരികരിപ്പാണ്, എക്സലൻ്റ് ആണ്. അപ്പോൾ അത് കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതിനെ ഞാൻ കുറച്ചുകൂടി നമ്മുടെ ഹോംലി വീട്ടിനകത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് അതിൻ്റെ കറക്റ്റ് പ്രൊപ്പോർഷനിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചപ്പം, ടേസ്റ്റി. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ 2 കപ്പ്, ഓക്കെ, 240 ml നമ്മുടെ കപ്പിൽ 2 കപ്പ് മാവ് എടുക്കുന്നു. ഇനി ഞാൻ നിങ്ങളുടെ കയ്യിൽ 240 ml കപ്പൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഗ്ലാസ്സിൽ അളന്നെടുക്കുക. ഏത് ഗ്ലാസ്സിലാണോ അളക്കുന്നത് ആ ഗ്ലാസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യും. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി, ഇത് പുട്ടിൻ്റെ പൊടിക്ക് ആ ഒരു അളവിന് ചെറിയ തരിയോടുകൂടി പൊടിച്ചെടുത്താണ്. പിന്നെ വറുക്കാത്ത പൊടിയായിരിക്കണം, പച്ച മാവാണ് വേണ്ടത്. അതിനോടൊപ്പം ഇപ്പോൾ 2 കപ്പ് മാവിന് 1 കപ്പ് മൈദ മാവും കൂടി ചേർക്കുക. ഇതിപ്പോൾ ഞാനിപ്പോൾ 240 ml കപ്പിൽ അളക്കുന്നു. അതുകൊണ്ട് എല്ലാം അതിൽ തന്നെ മാവ്, 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദ ഇതിൽ അളക്കുന്നു. നിങ്ങളിനി സ്റ്റീൽ ഗ്ലാസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് 3 കാര്യങ്ങൾ ആ സ്റ്റീൽ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കുക. ഇത്രയേ ഉള്ളൂ. 1 മുട്ട, തേങ്ങാപ്പാൽ വേണ്ട, സാധാരണ വെള്ളത്തിൽ തന്നെ കലക്കാം. ഇച്ചിരി പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന്. ഇതെനിക്ക് തോന്നുന്നു ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ 1 by 1 നമുക്ക് കാണാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. 1 മുട്ട ആദ്യം ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കും. കുറച്ച് പരന്നൊരു ബേസിൻ ടൈപ്പ് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. മധുരം നമ്മുടെ ഇഷ്ടമാണ്, 3 or 4 ആകാം. കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ, പക്ഷെ ഇത്ര മതി തോന്നുന്നു. ഓക്കെ, ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പതയ്ക്കാം. അപ്പോൾ ബീറ്ററൊന്നും വേണ്ട, ബ്ലെൻഡറും ഹാൻഡ് വിസ്കും ഒന്നും വേണ്ട, കൈ കൊണ്ട്. ഇതാണ് നമ്മുടെ ബ്ലെൻഡർ. ഹാൻഡ് വിസ്കായിട്ട് പ്രവർത്തിപ്പിക്കുക. ഇതൊക്കെ വളരെ നാടൻ രീതിയിലുള്ള ടെക്നിക്സാണ്. പണ്ടത്തെ കാലത്തൊന്നും നമുക്ക് മത്തുണ്ടായിരുന്നു, മത്ത് വെച്ചൊക്കെ ചെയ്യാം. എങ്കിലും ഈ ഹാൻഡ് വിസ്കും കാര്യങ്ങളും ഒക്കെ മോഡേൺ ടെക്നോളജി അല്ലേ. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് വരും. ആ മുട്ടയും പതയും, അതോടൊപ്പം പഞ്ചസാരയും വലിഞ്ഞു കിട്ടും. ക്വാണ്ടിറ്റി കൂടി വരും, മുട്ടയുടെയും പഞ്ചസാരയും കൂടെ അലിഞ്ഞ് നന്നായിട്ട്. അങ്ങനെ പഞ്ചസാരയെല്ലാം നന്നായിട്ട് അലിഞ്ഞു, മുട്ടയുടെ കൂടെ കിടന്ന്. ഇനി ഞാനിവിടെ അളന്ന് വെച്ചിട്ടുണ്ട് 2 കപ്പ് അരിപ്പൊടി. ഇത് പുട്ടിൻ്റെ പാകത്തിന് ചെറിയ തരി ഇത് ചേർക്കാം. കറക്റ്റ് 2 കപ്പാണ്. ഇതിൻ്റെ കൂടെ 1 കപ്പ് മൈദയും കൂടി ചേർക്കും. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദ. ഓക്കെ, മൈദ മാവും ചേർത്തു. മുട്ട ഏറ്റവും താഴെയുണ്ട്, മുട്ടയും പഞ്ചസാരയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആവശ്യാനുസരണം ഒഴിക്കും. ഓക്കെ, കട്ടയില്ലാതെ പെട്ടെന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം കൂടി നമുക്കെടുത്ത് വയ്ക്കാം. 1/2 കപ്പും കൂടി ഇരിക്കട്ടെ. ഇനി ആവശ്യാനുസരണം കുറച്ചുകൂടി ഒന്ന് ലൂസാകാനുണ്ട്. അപ്പോൾ 1 കപ്പ് ഒഴിച്ച് കഴിഞ്ഞു. ഇച്ചിരി കൂടെ ഒന്ന് ലൂസാക്കണം. 1 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. ഒരല്പം ഉപ്പ് ചേർത്തു. ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ എന്ന് പറയാം. ഇത് മധുരമുള്ള കാര്യമാണെങ്കിൽ ഒരല്പം ഉപ്പ് വേണമല്ലോ. ഒരല്പം കൂടി ആകാം. അപ്പോൾ ഏകദേശം 1.25 കപ്പ് വെള്ളം നമ്മൾ ഉപയോഗിച്ചു എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു പാകം എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം.
അതായത് നമ്മുടെ അച്ചിലിങ്ങനെ അത്യാവശ്യം ഒട്ടിയിരിക്കണം, ഒഴുകി പോകരുത്. അപ്പം നമ്മളുടെ കയ്യിലിങ്ങനെ എടുത്താൽ കുറച്ച് ഇങ്ങനെ ഒട്ടിയിരിക്കുമല്ലോ അല്പം. ഇത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മുടെ ഫിംഗറിലിങ്ങനെ അത്യാവശ്യം ഒട്ടിയിരിക്കുന്ന പോലെ. ഓക്കെ, കംപ്ലീറ്റ് അങ്ങ് പോകരുത്, അത്രേ ഉള്ളൂ. അതാണ് പാകം. ഓക്കെ, ഇത് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ചേർക്കാൻ പോണത് അപ്പത്തിൻ്റെ പാകത്തിന് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണ്, അതായത് ഒട്ടും തന്നെ തരിയില്ലാത്ത പൊടി. പക്ഷെ പച്ച മാവാണ്, വറുത്തതല്ല, അത് വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ അതും ചേർക്കാം. ഇനി നമ്മൾ കുറച്ച് എള്ളും കൂടി ചേർക്കാം. എള്ളം അറിയാലോ, ബ്ലാക്ക് സെസമി സീഡ്സ്. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ അതും കഴിഞ്ഞു. ഒരല്പം മധുരം നോക്കട്ടെ. കറക്റ്റ്. ഇതിപ്പോൾ ഞാനൊരു വലിയ കമേഴ്ഷ്യൽ അച്ച് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അവരുടെ കടയിൽ പോയിട്ട് ഞാൻ ലതയുടെ അടുത്ത് പറഞ്ഞിട്ട് ലത വാങ്ങിച്ച സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് മേടിച്ചതെന്നാണ്. ഇത് അവർ മേടിക്കുന്ന നാഗർകോവിൽ ഭാഗത്തു നിന്നാണ്. വടശ്ശേരി എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്, ഒത്തിരി പച്ചക്കറികളൊക്കെ കിട്ടുന്ന ഹോൾസെയിൽ. അവിടെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയുണ്ട്, അവിടെ കിട്ടും. വലിയ അച്ചാണ്. ഇതിന് ഏതാണ്ടൊരു അര സൈസ് എടുത്താൽ തന്നെ നല്ല വലിപ്പം ഉണ്ടാവും. ഒരു 3/4 ഭാഗം മുക്കി എടുത്താൽ കുറച്ചുകൂടി വലിയ. അപ്പോൾ അവിടുത്തെ എല്ലാം ഈ കടയിൽ വിൽക്കുന്ന അച്ചപ്പൊക്കെ നല്ല വലിപ്പമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന അച്ചപ്പം നമ്മളുടെ വീട്ടിലുള്ള പഴയ അച്ച് വെച്ചിട്ടാണ്. ഇത് ചെറുതായിരുന്നു, അപ്പോൾ ആ സൈസേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എപ്പോഴെങ്കിലും നാട്ടിൽ വരുമ്പോൾ വലിയ അച്ച് കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ 2 അടുപ്പും കത്തിക്കുവാണ്. ഇപ്പുറത്തെ സൈഡിലും എണ്ണ വെച്ചിട്ടുണ്ട്. നെയ്യപ്പത്തിനും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഇതും അതേപോലെ 2 സൈഡിൽ. അപ്പോൾ ഒന്നിലിങ്ങനെ ജസ്റ്റ് ആകുന്ന സമയം തന്നെ തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് അത് കിടന്ന് നന്നായിട്ട് ആവശ്യത്തിന് മൂപ്പിച്ചിടും. അപ്പോൾ ഫാസ്റ്റായിട്ട് നമുക്ക് സമയം സേവ് ചെയ്യാം. കുറച്ചുകൂടെ വലിയ എന്താ പറയുക, കുറച്ചുകൂടെ വലിയൊരു ചീനച്ചട്ടിയിലോ ഒക്കെ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ 3-4 എണ്ണം ഒരേ സമയം നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ എൻ്റെ കുട്ടി ചീനിച്ചട്ടിയിലല്ല, അത് കാരണം ഒരുപാട് എണ്ണം ഒരേ സമയം പറ്റില്ല. പ്രത്യേകിച്ച് ഇതൊരു വലിയ അച്ചപ്പം ആയിരിക്കും. ഇനി അച്ചപ്പത്തിൻ്റെ ഈ അച്ചിനെ ഞാൻ എണ്ണയിലിട്ട് വെക്കാൻ പോകും. എപ്പോഴും ഓരോ പ്രാവശ്യം നമ്മൾ അച്ച മുക്കുമ്പോഴും ഇങ്ങനെ എണ്ണയിലിട്ട് നല്ലതായിട്ട് ചൂടാക്കിയിട്ടേ മുക്കുള്ളൂ. എന്നാൽ മാത്രമേ മാവ് അതിൽ ഒട്ടിപ്പിടിക്കുള്ളൂ. ഇതിൻ്റെ സൈസ് നോക്കി, സോ ബിഗ്. എണ്ണ നല്ല ചൂടായി. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ മാവിനെ കുറച്ചുകൂടെ ചെറിയൊരു കുടിസു പാത്രത്തിലേക്ക് ആക്കി, കുറച്ചുകൂടെ ഡെപ്തോടെ. ഇനി അച്ചെടുക്കുന്നു. ഓക്കേ, നമ്മുടെ അച്ചപ്പം ഇളകി വന്നു. ഇനി ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഇനി ഇപ്പുറത്തെ ചട്ടിയിലേക്ക് വേണമെങ്കിൽ ഇടാം. എന്നിട്ട് 2 സൈഡും ഒരുപോലെ ഒരു ഗോൾഡൻ ആകുമ്പോൾ എടുക്കാം, എണ്ണയിൽ നിന്നും മാറ്റും. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ തുടരാം. ഇനി ഇതിനെ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുന്നു. കിടക്കട്ടെ, ഇവിടെ കിടന്ന് മൊഴിയും. അപ്പോൾ നമ്മുടെ അച്ചപ്പം മേക്കിംഗ് പുരോഗമിക്കുന്നു. ഈ അളവിൽ നിന്നും 12 വലിയ അച്ചപ്പം കിട്ടും ഏകദേശം. നന്നായിട്ട് ഇളകി വീഴും. ഇനി ഇതിനെ നമ്മൾ 2-3 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്തിടാം. ഇതിവിടെ കിടന്ന് മടി. ആ സമയം വീണ്ടും നമ്മൾ ഇവിടെ അടുത്ത അച്ചപ്പം റെഡിയാക്കും. എല്ലാ പ്രാവശ്യവും മുക്കുന്നതിന് മുന്നേ ഇതുപോലെ ആ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലിട്ടിട്ട് നല്ലതായിട്ട് ചൂടാക്കണം അച്ച്. എന്നാൽ മാത്രമേ ഇത് ഒട്ടുള്ളൂ. നമ്മൾ കൂടുതൽ നമ്പേഴ്സ് ഓഫ് അച്ചപ്പം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ 2 ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുക. കുറച്ചൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ചട്ടി ആയാലും മതി.
പിന്നെ ഈ ഒരു സീസൺ ആണല്ലോ ഓണ സീസൺ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലെ അച്ചപ്പം കുഴലപ്പം എല്ലാം, ഉപ്പേരി വറ്റൽ, പിന്നെന്താ പറയുക ഇതുപോലെ പക്കാവട, പിന്നെ മുന്തിരിക്കുത്ത്, നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കി നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ എണ്ണ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ദിവസം ഒരു ദിവസം എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ ഈ സെയിം എണ്ണ തന്നെ എല്ലാ പലഹാരങ്ങളും ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. മധുരമുള്ള കാര്യങ്ങൾ ആദ്യം ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് എരിവുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ എണ്ണയിൽ കുറച്ച് എരിവൊക്കെ ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഓക്കെ അങ്ങനെയും ചെയ്യാം. അങ്ങനെ അച്ചപ്പം പ്രൊഡക്ഷൻ ദ്രുതഗതിയിൽ നടക്കും. അപ്പോൾ 2 കപ്പ് മാവിലാണ് ഞാനിപ്പോൾ ഇത്രയും കാണിക്കുന്നത്. 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് മൈദയും. അങ്ങനെ നമുക്കൊരു 12 വലിയ അച്ചപ്പം കിട്ടും. അങ്ങനെ ഏതാണ്ട് നമ്മളുടെ അച്ചപ്പം മേക്കിംഗ് ഓൾമോസ്റ്റ് ഓവർ. ഇനി ടേസ്റ്റിംഗ് ഞാൻ കാണിച്ചു തരാം. നല്ല കരുകരുപ്പ്, പെർഫെക്റ്റ്ലി ഓക്കെ. ആഹാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കണ്ണ് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ എൻ്റെ. അത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. മൂക്കുന്നൊക്കെ ചിലർക്ക് നല്ല മൂക്കുന്ന ഇഷ്ടമാണ്, ചിലർക്ക് അത്ര മൂക്കണ്ട. എന്തായാലും ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നല്ല അടിപൊളി അച്ചപ്പം. ഓണക്കാലം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല രസമല്ലേ? ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി സൂക്ഷിച്ച് വീട്ടിലെ കുട്ടികൾക്കും വരുന്ന ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുമ്പോൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു അച്ചപ്പം കാണിച്ചു, ഇത് അതിൽ നിന്നും വ്യത്യാസമാണ്. ഇതിൽ തേങ്ങാപ്പാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മുട്ട ചേർത്തിട്ടുണ്ട്, പക്ഷേ എഗ്ലെസ് ആയിട്ടും ഇത് ചെയ്യാം. ഈ സെയിം റെസിപ്പി മുട്ട മാത്രം ചേർക്കണ്ട, ബാക്കിയെല്ലാം അതേപോലെ പഞ്ചസാരയും മാവും എല്ലാം കൂടി ചേർത്തിട്ട് ഒന്നിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി പഞ്ചസാര അരിയുന്നവരെ കലക്കുക, എന്നിട്ട് ഉണ്ടാക്കുക, മുട്ട ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക്സ് തരണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആവട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടണം ഈ ഓണക്കാലത്ത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. പിന്നെ ആദ്യമായിട്ടാണ് LN വ്ളോഗ്സ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് LN വ്ളോഗ്സ് യൂട്യൂബ് ഫാമിലി. Thank you so much. Thank you for watching and keep on watching Lekshmi Nair vlogs.